ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അച്ഛൻ്റെ കസിൻ്റെ മോളുടെ വെഡ്ഡിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഹൽദി പ്ലസ് മാരേജ് രണ്ടിനെയും കൂടി ക്ലബ്ഡ് വീഡിയോ ആണ്. ഫംഗ്ഷൻ്റെ ടൈമിംഗ് വന്നിട്ട് 5 to 8 ആയിരുന്നു കേട്ടോ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 8 മണിയായിരുന്നു. ഒഫീഷ്യൽ പുടവ കൊടുക്കൽ ചടങ്ങ് അങ്ങനെയുള്ള എല്ലാ പരിപാടികളും അവിടെ കഴിഞ്ഞിരുന്നു. നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ ഒരു എൻഡ് പാർട്ടായപ്പോഴായിരുന്നു കേട്ടോ എത്തിയത്. ഇവർ ആൻറ്റി അങ്കിളൊക്കെ ബേസിക്കലി ദുബായ് സെറ്റിൽഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരുടെ വീട്ടിൽ ഫസ്റ്റ് ടൈം പോവാണ്. അപ്പോൾ നമ്മൾ വീടൊക്കെ കണ്ടു, കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു. ആൻഡ് ദിസ് ഈസ് സുഷമ, അച്ഛൻ്റെ അനിയൻ്റെ വൈഫാണ്. അപ്പോൾ ആൻറ്റി കുറേ നാളുകൂടിയാണ് കേട്ടോ ഡൂഡുവിനെ കാണുന്നത്. അപ്പം അവൻ്റെ സ്കൂളിലെ വിശേഷം, പിന്നെ അവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ കാര്യം, അങ്ങനെയൊക്കെയാണ് അവർ തമ്മിൽ സംസാരിച്ചത്. പിന്നെ ടൈം ഓൾമോസ്റ്റ് എക്സീഡ് ആയതുകൊണ്ട് തന്നെ ബ്രൈഡും ഗ്രൂമും പരിപാടികളെല്ലാം വൈൻഡ് അപ്പ് ചെയ്ത് അവിടെ മുകളിലേക്ക് എത്തി. നമ്മൾ ജസ്റ്റ് അവരെ ഒന്ന് മീറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട്, പിന്നെ നാളെ ഫംഗ്ഷൻ വീണ്ടും കാണാനുള്ളതുകൊണ്ട് എല്ലാവരോടും ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ വേഗം പിരിഞ്ഞു. ഗുഡ് മോർണിംഗ്. അങ്ങനെ മാരേജ് ഡേ ആയി കേട്ടോ. മുഹൂർത്തം വന്നിട്ട് 12 to 1 ഇൻ ബിറ്റ്വീൻ ആണ് കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 10:30 കഴിഞ്ഞു. ഫംഗ്ഷൻ നടക്കുന്നത് എളമക്കരയിലുള്ള ഭാസ്കരീയം കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ്. ആസ് യൂഷ്വൽ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഗോഷ്ഠികളൊക്കെ കാണിക്കുന്ന പോലെ ഡൂഡൂറൊന്നൊക്കെ കാണിച്ചുകൊണ്ടിരുന്നു. പിന്നെ അമ്മ തിരക്കിട്ട് എന്തൊക്കെയോ ഫോട്ടോസ് എടുക്കുന്നോ വീഡിയോ എടുക്കുമോ അങ്ങനെ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പശ തേച്ച് വടി പോലെ ആക്കിയ ഷർട്ടിലും മുണ്ടിലും ഒരു ചുളിവ് പോലും വീഴാതിരിക്കാൻ അച്ഛൻ നേരെ ബാക്കി പോയിരുന്നു കേട്ടോ ഇത്തവണ. പിന്നെ ഈ വീഡിയോ കാണുന്നവരിൽ സ്റ്റിഫാൻ ഷൈൻ്റെയോ എലൈവിൻ്റെയോ ഒക്കെ പരസ്യത്തിന് പ്രൊമോഷൻ വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കോൺടാക്ട് മൈ ഫാദർ. ആൻഡ് ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം ടു ഭാസ്കരീയം. ഞാനിവിടെ ഇതുവരെ ഒരു ഫംഗ്ഷനും അറ്റൻഡ് ചെയ്തിട്ടില്ല. വണ്ടി പാർക്ക് ചെയ്യാനായിട്ടൊന്നും യാതൊരു ടാസ്കും ഉണ്ടായിരുന്നില്ല കേട്ടോ. ദ പാർക്കിംഗ് വാസ് വെരി സ്പേഷ്യസ്. ഞങ്ങളെ ഇവിടെ ഇറക്കിയിട്ട് ചേട്ടൻ പോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അപ്പം ഞങ്ങൾ പയ്യെ അങ്ങോട്ട് നടന്നു കേട്ടോ. ആൻഡ് ദ സ്പെഷ്യൽ തിങ് വാസ് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ഫ്ലവേഴ്സും ഫ്രഷ് ഫ്ലവേഴ്സ് ആയിരുന്നു കേട്ടോ. നോ പ്ലാസ്റ്റിക് ഓർ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്. അതുകൊണ്ട് തന്നെ നമ്മൾ അടുക്കുമ്പോഴത്തേക്ക് തന്നെ ആ ഒരു ഫ്രഷ് ഫ്ലവേഴ്സിൻ്റെ ഒരു മാരേജിൻ്റെ ഒക്കെ ഒരു ഫീലില്ലേ, അത് നമുക്ക് നല്ലോണം കിട്ടിയിരുന്നു. ഡുഡുവിനാണെങ്കിൽ ഇപ്പോഴേ വിശപ്പിൻ്റെ വിളി തുടങ്ങി കേട്ടോ. സോ വന്നതേ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കൊടുത്ത് അവൻ ഏകദേശമൊക്കെ ഒന്ന് ഒതുക്കി. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് നമ്മുടെ കണ്ണിലുടക്കിയത്. 1 plan for 1 family. അതൊരു താങ്ക്സ് ഗിവിംഗ് ഗിഫ്റ്റ് ആയിരുന്നു ആൻഡ് സംതിങ് സ്പെഷ്യൽ. ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ടുവച്ചോളം എന്ന് പറയുന്ന പോലെ ഇതിനിടയ്ക്ക് നമ്മൾ കുറച്ച് ഫോട്ടോയും വീഡിയോ എടുത്തു കേട്ടോ. അമ്മ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അങ്ങനെ ഗ്രൂം വന്നു. ഇനി അടുത്തത് നമ്മുടെ ബ്രൈഡിൻ്റെ എൻട്രിയാണ്.
ലിറ്ററലി ഇതെല്ലാ പേരൻസിൻ്റെ ഒരു ഹാപ്പി മൊമെൻ്റ് ആണല്ലേ. ആസ് എ ബ്രൈഡ് ഇങ്ങനെ അച്ഛൻ്റെ അമ്മയുടെയും നടുക്ക് ഒരു കംഫർട്ടബിൾ സോണിൽ നിൽക്കുന്നതും, അതുപോലെ ആസ് പേരൻസ് ഒരു ബെസ്റ്റ് പേഴ്സണെ കണ്ടുപിടിച്ച് ആ ഒരു പേഴ്സൻ്റെ കയ്യിലോട്ട് മോളെ കൈപിടിച്ചേൽപ്പിക്കുന്നതും എല്ലാം ഐ തിങ്ക് ഒരു മോസ്റ്റ് മെമ്മറബിൾ ആൻഡ് ദ മോസ്റ്റ് ഹാപ്പി ഫേസ് ഓഫ് ദ ലൈഫ് അല്ലേ. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ റിലേറ്റീവ്സിനൊക്കെ മീറ്റ് ചെയ്ത് എല്ലാവരോടൊക്കെ വർത്താനം പറഞ്ഞു. പിന്നെ മെയിൻ ഹൈലൈറ്റ് സദ്യ, നമ്മുടെ സാമ്പാറും പരിപ്പ് പായസവും പാലട പായസവും ഒക്കെ കൂട്ടി നമ്മൾ സദ്യയൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു. എനിക്കിന്ന് 3 മണിക്കൊരു പരിപാടിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതിൽ എത്തേണ്ടത് കൊണ്ട് തന്നെ അധികം ടൈം ഫുഡിന് ശേഷം സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും വേഗം തന്നെ ഫുഡൊക്കെ കഴിച്ചു. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക്. അങ്ങനെ അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.